കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്കു മഹത്വം. അധ്യായം 6, 36 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്കു സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ നോമ്പുകാലം നമ്മൾ വളരെ പ്രത്യേകമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ സ്വഭാവത്തിലേക്കും ദൈവീക ഭാവത്തിലേക്കും വളരുവാനുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ആത്മീയ മനുഷ്യരായി രൂപപ്പെടുത്താൻ നാം നമ്മെ തന്നെ ജഡത്തെ കീഴ്പ്പെടുത്തുന്നു, ലൗകിക മനുഷ്യനെ തകർത്ത് കളയാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ ആത്മീയ മനുഷ്യനെ രൂപപ്പെടുത്താനുള്ള, മറ്റൊരു വാക്യം പറഞ്ഞ ദൈവീക സ്വഭാവത്തിലേക്ക് വളരാനുള്ള ആലോചനകളും പ്രവൃത്തികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം വളരെ മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ നോമ്പുകാലത്ത് നമ്മൾ അനുഷ്ഠിക്കേണ്ട ചില, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതൊന്ന് ആരംഭത്തിൽ തന്നെ പറയുന്നത്, പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങൾ കരുണയുള്ളവരായിരിക്കുവിൻ. നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടും കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടാൻ, വളരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കാരുണ്യ പ്രവർത്തികൾ പോലും ശൂന്യമാണ്, അതിന് ഫലമില്ല. അല്ലെങ്കിൽ നമ്മുടെ നോമ്പ് ഉപവാസത്തിനൊന്നും ഒരു ഫലമില്ലാതെ പോകും. ആത്യന്തികമായി ഈ ദിവസങ്ങളെ നമ്മൾ ധ്യാനിക്കുമ്പോൾ പിതാവായ ദൈവം പുത്രനിലൂടെ നമുക്ക് വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ നിത്യമായ കാരുണ്യത്തെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:8 നാം വായിക്കുന്ന പോലെ, നാം പാപികളായിരുന്നിട്ടും, യോഗ്യരായിരുന്നിട്ടോ കഴിവുള്ള ഒന്നുമല്ല, നാം പാപികളായിരുന്നിട്ടും ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ പിതാവായ ദൈവം പുത്രനിലൂടെ അവൻ തൻ്റെ കാരുണ്യം നമ്മുടെ മേൽ വെളിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം പുത്രനിലൂടെ നമുക്കായി വെളിപ്പെടുത്തിയത് അവൻ്റെ കരുണ തന്നെയാണ്. അതുകൊണ്ടാണ് പിതാവായ ദൈവത്തിൻ്റെ കരുണയാണ് ഈശോ എന്ന് പറയുക. അപ്പോൾ ആ കരുണയുടെ സ്വഭാവത്തിലേക്ക്, അല്ലെങ്കിൽ കരുണ കാണിക്കാൻ ആരംഭിക്കുന്നിടത്ത്, അപരൻ അർഹിക്കാത്ത സ്നേഹം നൽകാൻ തുടങ്ങുന്നിടത്താണ് നാം ദൈവീക സ്വഭാവത്തിലേക്ക് ഉയർത്തപ്പെടുക. അതുകൊണ്ടാണ് തുടർന്നുള്ള വചനഭാഗങ്ങൾ നമ്മൾ കാണുന്നത് കരുണ കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. തുടർന്നുള്ള വചനഭാഗങ്ങൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവരോട് നമ്മൾ കരുണ കാണിക്കണം എന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുന്ന 3 കാര്യങ്ങളാണ് പറയുന്നത്. 1, കുറ്റം വിധിക്കരുത്, നിങ്ങൾ കുറ്റപ്പെടുത്തപ്പെടും. 2, നിങ്ങൾ വിധിക്കരുത്. 3, നിങ്ങൾ ക്ഷമിക്കണം. ഇതെല്ലാം കരുണ കാണിക്കുന്നതാണ്. നമുക്കൊരു പക്ഷേ കുറ്റം വിധിക്കാനായിട്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനായിട്ട് നിരവധി സാഹചര്യങ്ങളുണ്ടാകും. നമ്മൾ തിരുത്തലുകൾ നമുക്ക് ഓക്കെയാണ്, നമുക്ക് തിരുത്താം. പക്ഷേ അവരിലുള്ള കുറ്റങ്ങൾ മാത്രമല്ല, അവരിൽ നന്മയുണ്ട്. നന്മ കാണുമ്പോൾ നമ്മൾ നന്മയാണെന്ന് പറയണം, നല്ലത് കാണുമ്പോൾ നല്ലതാണെന്ന് നമ്മൾ പറയണം. അല്ലാതെ നമ്മൾ കുറ്റപ്പെടുത്തലുകൾ മാത്രമായിട്ടല്ല നമ്മൾ ഒരുവൻ്റെ ജീവിതത്തെ കാണേണ്ടത്. അതുകൊണ്ട് കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അത് അപരൻ്റെ മാത്രമല്ല, നമ്മുടെ ആത്മനാശത്തിലേക്ക് വരും നമ്മളെ തള്ളിയിടും നമ്മുടെ നാവ്. ഇനി പറയണം വിധിക്കരുത്. വിധിക്കുമ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത്? നമുക്കറിയില്ല. ഒരാളെ വിധിക്കാൻ നമ്മൾ ആരും യോഗ്യയല്ല. കാരണം ഒരുവനെ പൂർണ്ണമായിട്ട് നമുക്കറിയത്തില്ല. പിന്നെ നമ്മൾ എന്താ വിധിക്കുന്നത്? ഭാഗികമായി അവൻ ബാഹ്യമായി വെളിപ്പെടുത്തുന്ന ചില ജീവിതത്തിൻ്റെ പ്രവൃത്തികളുടെ വെളിച്ചത്തിലാണ് നമ്മൾ വിധിക്കുന്നത്. യഥാർത്ഥത്തിൽ അവൻ ആരാണെന്ന്, അവൻ്റെ ഹൃദയത്തിൻ്റെ അനുതാപം എന്തെന്നും മനോഭാവം എന്തെന്നും ഒക്കെ നമുക്ക് അത്ര പേർക്കറിയാം. മാത്രമല്ല, നമ്മൾ ആരെക്കുറിച്ചെങ്കിലും വിധി കൽപ്പിക്കുമ്പോൾ നാളെ നാം വിധി കൽപ്പിക്കുന്ന വ്യക്തിക്ക് നാളെ മാനസാന്തരപ്പെടാം. ഒരുപക്ഷെ
വിധിയാളനായ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വിധിച്ച നാം നരകത്തിലും ഒരുപക്ഷെ ആരെ നാം വിധിച്ചുവോ അവൻ കർത്താവിൻ്റെ മടിയിലുമായിരിക്കാം. നമുക്കറിയില്ല. ലാസറിൻ്റെ ധനവാന്റെ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. പടിവാതിക്കൽ കടന്ന ലാസർ, അവൻ്റെ പടിവാതിക്കൽ എന്നും അവൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണത്തിന് വേണ്ടി കൊതിച്ച് കടന്നവൻ പിന്നീട് കാണുന്നത് അബ്രാഹത്തിൻ്റെ മടിയിലാണ്. ഈ ധനവാനോ, അവൻ തീച്ചൂളയുടെ നടുവിലാണ്, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിച്ച കിടക്കുന്നത്. അപ്പോൾ വിധിക്കുന്നവൻ ദൈവമാണ്, നമുക്കാരെയും വിധിക്കാനുള്ള അവകാശമില്ല. അപ്പോൾ വിധി കൽപ്പിക്കലെങ്കിൽ കുറ്റാരോപണങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുകയും അതോടൊപ്പം കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമാണ് ക്ഷമിക്കുക. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്യം പറഞ്ഞാൽ കരുണ കാണിക്കുക എന്നർത്ഥം. ക്ഷമിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ മനസ്സ് മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഒരാളോട് ക്ഷമിക്കാൻ പറ്റാതെ വരുന്നത്. വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടുകളൊക്കെ ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കുമ്പോഴാണ് നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരിക. അപ്പോൾ അങ്ങനെ ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥ സംജാതമാകുമ്പോഴും നമ്മൾ ബോധപൂർവ്വം തീരുമാനമെടുത്ത് ഒരു വ്യക്തിയോട് ക്ഷമിക്കാൻ തീരുമാനമെടുക്കുകയും അവരെ സ്നേഹിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്യുമ്പോൾ നാം അവരോട് കരുണ കാണിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അർഹിക്കാത്തത് നൽകുകയാണ്. അതാണ് ദൈവം നമ്മോട് കാണിച്ചത്. പുത്രനായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമ്മോട് കാണിച്ച കരുണ എന്താണ്? നമുക്ക് അർഹിക്കാത്തത് അവൻ തന്നു. നമ്മുടെ യോഗ്യതയ്ക്കും ഉപരിയായി ദൈവം നമ്മെ സ്നേഹിച്ചു. അപ്പോൾ അവരൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യനല്ലാത്തപ്പോഴും അവരൻ ക്ഷമിക്കാൻ അർഹതയില്ലാത്തപ്പോഴും അത്ര കണ്ട് നമ്മെ മുറിപ്പെടുത്തുന്ന അനുഭവത്തിലാണെങ്കിലും പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ ഭാവത്തിലേക്ക് നാം വളരുന്നത് ക്ഷമ കൊടുക്കാനും ക്ഷമിക്കാനും അവൻ അർഹതപ്പെട്ടതിലും ഉപരി നൽകിക്കൊണ്ട് അവനെ സ്നേഹിക്കാനും തയ്യാറാകുന്നത്. അപ്പോഴാണ് പിതാവിൻ്റെ സ്വഭാവം തന്നെയായ കാരുണ്യത്തിലേക്ക് നമ്മൾ വളരുന്നത്. പാപത്തെ ഉപേക്ഷിക്കുന്നത് മാത്രമല്ല ഒരു വിശുദ്ധ ജീവിതം, മറിച്ച് പുണ്യജീവിതം അഭ്യസിക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങണം. അപ്പോൾ കർത്താവിൻ്റെ കാരുണ്യം വെളിപ്പെടുത്തപ്പെട്ട നമ്മുടെ മേലുള്ള ആ സ്വഭാവത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുകയും ആ സ്വഭാവത്തിൽ വളരുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും ക്ഷമിക്കാൻ തീരുമാനമെടുക്കുന്നിടത്ത് നമ്മൾ പോലും അറിയാതെ ദൈവത്തിൻ്റെ നിത്യമായ കാരുണ്യത്തിൻ്റെ സ്വഭാവം സ്വന്തമാക്കുന്നവരായിട്ട് നമ്മൾ മാറും. ഓരോ സമയം നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ കരുണയുടെ ഭാവമാണ്, കരുണയുടെ മുഖമാണ്, കരുണയുടെ മുഖമാണ് നമുക്ക്. ജോസഫ് സ്വന്തം സഹോദരനോട് ക്ഷമിച്ചപ്പോൾ ജോസഫിൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖമായി എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരാളോട് ക്ഷമിക്കുമ്പോൾ അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ മുഖമാണ്, ദൈവത്തിൻ്റെ കരുണയുടെ മുഖമായിട്ട് നമ്മൾ മാറുകയാണ്. ക്ഷമിക്കാതിരിക്കാൻ നമുക്ക് കാരണമുണ്ട്, വേദനിപ്പിക്കാൻ നമുക്ക് കാരണമുണ്ട്. നമ്മൾ അതുപോലെ വേദനിപ്പിച്ചവരും മുറിപ്പെടുത്തിയവരൊക്കെ ആയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ക്ഷമിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോഴും ക്ഷമിക്കാൻ നാം എടുക്കുന്ന തീരുമാനമാണ് നമ്മെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സ്വഭാവത്തിലേക്ക് ഉയർത്തുന്നത്. അതുകൊണ്ട് വചനം പറയുന്നു, പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നാം കരുണയുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് ആരോടെങ്കിലൊക്കെ ക്ഷമിക്കാനുണ്ടെങ്കിൽ ഹൃദയപൂർവ്വം ക്ഷമിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനം ഈ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് കൃപ തരും. ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ, കുറ്റപ്പെടുത്താതിരിക്കാൻ, വിധിക്കാതിരിക്കാനൊക്കെയുള്ള ഒരു കൃപ ഈ ബലിയിലൂടെ കർത്താവ് നമുക്ക് തരും. അതിനുള്ള അനുഗ്രഹത്തിനായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.